ഇന്ന് നമ്മൾ നല്ലൊരു കടലക്കറിയാണ് വയ്ക്കാൻ പോകുന്നത്. 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടല നമ്മൾ രാവിലെ കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതിട്ട് അതിലേക്ക് പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വേപ്പില 2 തണ്ട്, പിന്നെ പച്ചമുളകും ചേർക്കണം. പച്ചമുളകും ചേർത്ത് അത് വെള്ളത്തിലേക്ക് ഇട്ട് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് ഇറക്കി വെച്ച് ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് എണ്ണ ചൂടാക്കാം. അതിനകത്തേക്ക് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വേപ്പിലയിട്ട് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ ഒരു ചെറിയ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മുരിഞ്ഞ് വരണം. ഞാൻ ഇതിനകത്ത് വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല, ബീഫ് മസാലയാണ് ചേർക്കുന്നത്. ബീഫ് റോസ്റ്റിൻ്റെ മസാല, കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. നല്ല രുചികരമായൊരു കറിയാണ് കടലക. ഇത് പുട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടോ അപ്പോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഇപ്പോൾ അത് സവാള നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. സവാള നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്കൊരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് മസാലയൊക്കെ ചേർത്ത് ചെയ്യണം. നമ്മളൊരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് ബീഫ് മസാല, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണ് ബീഫ് മസാല ഇട്ട് കൊടുക്കണം. അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് മുരിയണം. അത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കടല വേവിച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് എല്ലാം കൂടി കിടന്ന് തിളച്ച് അത് വെള്ളമൊക്കെ ഒന്ന് പറ്റി കടലയിലേക്ക് ആ ഗ്രേവിയുടെ സ്വാദൊക്കെ ഒന്ന് കയറി പിടിച്ച് ഉപ്പ് പാകത്തിനാണോ എന്ന് നമ്മൾ നോക്കണം. കറക്റ്റ് ഉപ്പാകുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണെങ്കിൽ കറിക്ക് അതിൻ്റെ കൃത്യമായ രുചി കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് മസാലക്കൂട്ടും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗത്തിലുണ്ടാക്കുക. ഇനി നമുക്ക് ഒരു 1/2 തേങ്ങാമുറിയുടെ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നിർത്താം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് രുചികരമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാവുന്ന കറിയാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. And I find myself wondering what did happen to the last 10.